ഇന്ന് 3:30 മണിക്കാണ്, ഉച്ചയ്ക്ക് ശേഷം 3:30 മണിക്കാണ് പുഷ്പൻ 1994 കൂത്തുപറമ്പിലുണ്ടായ DYFI നേതൃത്വത്തിൽ നടത്തിയ സമരത്തിന് നേരെ, സമര വളണ്ടിയർമാർക്ക് നേരെ പോലീസ് വെടിവെക്കുകയുണ്ടായി. 5 പേർ ആ സ്പോട്ടിൽ മരണപ്പെട്ടു. ചില സഖാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതിൽ പരിക്കേറ്റവരിൽ പുഷ്പന് നട്ടെല്ലിന് ക്ഷതമേൽക്കുകയും പിന്നീട് എഴുന്നേൽക്കാൻ പറ്റിയിട്ടില്ല. തളർന്ന് കിടപ്പായിരുന്നു. 30 വർഷമായി ബെഡിലാണ് പുഷ്പൻ. ഈ 30 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ എല്ലാ പോരാട്ടങ്ങളിലും പുഷ്പൻ്റെ പ്രതികരണമുണ്ടായിട്ടുണ്ട്. സമരരംഗത്തുള്ളവർക്ക്, പോരാളികൾക്കെല്ലാം കരുത്ത് നൽകുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അദ്ദേഹത്തോട് ഉപമിക്കാൻ കഴിയുന്ന മറ്റൊരു പോരാളിയെ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയില്ല. പല സന്ദർഭങ്ങളിലും ശാരീരിക അവശത നേരിട്ടപ്പോൾ ചികിത്സയ്ക്ക് വിധേയമാക്കി രോഗം ഭേദമാക്കുന്നതിനുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അവസാനം വരെയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ഉറച്ചുനിന്ന് പൊരുതുന്ന ജനവിഭാഗങ്ങൾക്കെല്ലാം കരുത്ത് നൽകിയ വിപ്ലവകാരിയാണ് പുഷ്പൻ. പുഷ്പൻ്റെ വേർപാട് എന്തുകൊണ്ടും ദുഃഖകരമാണ്. അദ്ദേഹത്തിൻ്റെ നഷ്ടം നികത്താനാവാത്തതാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു.